ഹബേബ്സ് വെൽക്കം ബാക്ക്. നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഡേ യു ടു ഡെത്ത് ഞാൻ കണ്ടത്. ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. ഒരു ബി എൽ എന്നുള്ളതിനെക്കാട്ടും ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സീരീസ് എന്നുള്ള രീതിക്കും നന്നായിട്ടുണ്ട്. ഫിജോഷി അത് ഇടുന്നുണ്ട്. നിങ്ങൾക്കറിയാം അവൾ എന്നെക്കാട്ടും കുറച്ചുകൂടെ സ്പീഡിൽ ഇടുന്നു. ഇത് ഇടണോ വേണ്ടയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം അപ്പുറത്തെ ചാനലിൽ എന്തായാലും ഇടുന്നുണ്ട്, നിങ്ങളത് കാണുന്നുണ്ടാവുമല്ലോ. പിന്നെ നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ടൈം ഇടുന്ന ജൂങ് ഡങ്കിൻ്റെ സീരീസാണ്. ആദ്യം തന്നെ ഒരു പ്രതിഷേധം പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഡങ്കിൻ ഒരുപാട് ഹെയ്റ്റ് കിട്ടുന്നുണ്ട്. അതും ജസ്റ്റ് ആ ബോഡി അങ്ങനെ ഇരിക്കുന്നതിന്. മസ്കുലൈൻ ആണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അടിസ്ഥാനം എന്നറിയത്തില്ല. ചെക്കനെ കണ്ടാൽ ഒരുമാതിരി സ്ട്രെയിറ്റ് ആയിട്ട് അനിമീന്ന് ഇറങ്ങി നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ശില്പമൊക്കെ കുത്തിയ ചലകിനി ഉണ്ടാവോ അതേ കണക്കുണ്ട്. ഈ ചെക്കനെയൊക്കെ എന്തിനാണ് ഹെയ്റ്റ് ചെയ്യുന്നതെന്ന് ആർക്കറിയാം. നമ്മുടെ ബി എൽ വളരെ ശുദ്ധമായിട്ടുള്ള ഒന്നാണ്. അതിലേക്ക് ഈ ടോക്സിക് ആയിട്ടുള്ള പോയിസണസ് ആയിട്ടുള്ള വിഷങ്ങളായിട്ടുള്ളവയൊന്നും കയറാതിരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാം എന്നും പറഞ്ഞ് മറ്റുള്ളവരുടെ മെക്കിട്ട് കയറുന്ന രീതിക്ക്, മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന രീതിക്കല്ല ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ സ്റ്റോറി. ഡയർ യു ടു ഡെത്ത് ഫസ്റ്റ് എപ്പിസോഡ്. തുടക്കത്തിൽ തന്നെ തലതെറിച്ച ഒരു 5-8 പിള്ളേരെയാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ കോളേജ് സ്റ്റുഡൻസ് എല്ലാം കൂടെ ഡ്രഗ്സ് എടുത്ത് ഒരുമാതിരി കിറങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരും യങ്സ്റ്റേഴ്സ് ആണ്, ഡ്രഗ്സ് ആണ് എടുക്കുന്നത്. എങ്ങനെ ഉണ്ടാവും പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ കുറച്ചു നേരം കഴിയുമ്പം എണീറ്റ് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അതിലെ ഫായ് എന്ന പെണ്ണ് മാത്രമേ എണീക്കുന്നില്ല എന്ന്. ഫായ് എന്ന ആ പെണ്ണ് മരിച്ചത് കണ്ട് എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുന്നിടത്താണ് നമ്മുടെ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ കാണുന്നത് ഒരു പയ്യൻ സ്ട്രീറ്റിലൂടെ അരക്ക് പറക്കി ഓടുന്നതാണ്. ആ പയ്യനെ ഓടിക്കുന്നത് ഒരു പോലീസാണ്. മേപ്പോട്ട് വെടിവെക്കുമ്പോഴാണ് ആ പയ്യൻ അവിടെ നിൽക്കുന്നത്. ഈ കാണുന്ന പോലീസുകാരൻ്റെ പേരാണ് ജെയ്ഡ്, ക്യാപ്റ്റൻ ജെയ്ഡ്. ആ പയ്യനെ തപ്പിയിട്ട് അവൻ്റെ അടുത്ത് നിന്നൊരു പാക്കറ്റ് എടുക്കുന്നുണ്ട്. എന്താ ഇതെന്ന് ചോദിക്കുമ്പം വിറ്റാമിൻ സി ആണെന്ന്. പിന്നെ ചോദിക്കുന്നുണ്ട് അത് ശരിക്കും വിറ്റാമിൻ സി ആണെന്നാണ് അവൻ പറയുന്നത്. ജെയ്ഡ് തോക്കും പിടിച്ച് ഇപ്പം വെടിവെക്കുന്നുള്ള രീതിക്ക് നിൽക്കുന്ന കണ്ടിട്ട് നിങ്ങൾ എന്നെ വെടിവെച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമം ലംഘിക്കുന്നതാണ് കാണുന്നത്. ഓഹോ ശരിക്കും എന്ന് പറഞ്ഞ് താഴേക്ക് വെടിവെക്കുന്നു. അടുത്ത് നിന്റെ മണ്ടയ്ക്ക പൊട്ടിക്കുക, മര്യാദയ്ക്ക് പറഞ്ഞു. 2 പ്രാവശ്യം വാണിംഗ് തന്നു. 3ാമത്തത് വാണിംഗ് ആയിരിക്കത്തില്ല. പിന്നെ നിന്റെ കേസിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയാലോ അല്ലെങ്കിൽ നീ ഓടിയാലോ ഞങ്ങൾക്ക് വെടിവെക്കാം, നോ പ്രോബ്ലം. 3 വരെ എണ്ണും. മര്യാദയ്ക്ക് പറഞ്ഞോന്നും പറഞ്ഞ് 3, 2 എന്നെണ്ണുമ്പോഴേക്കും ആ ചെക്കനാണെങ്കിൽ പേടിച്ച് നിൽക്കുവാണ്. ഒന്ന് പറയാൻ പോകുമ്പോഴാണ് കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. അവൻ ഡ്രഗ്സ് മേടിച്ചത് ഇന്ന ആളുടെ അടുത്ത് നിന്നാണെന്ന്. ജെയ്ഡ് 1 എന്ന് പറഞ്ഞ് അവനിട്ട് പൊട്ടിക്കുന്നുണ്ട്. പക്ഷെ തോക്കിൽ ഉണ്ടയില്ലായിരുന്നു. പക്ഷെ പാവൻ ചെക്കൻ വല്ലാണ്ടങ്ങ് പേടിച്ചുപോയി. അവനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിടുമ്പോഴാണ് ജെയ്ഡിന്റെ കൊളീഗ് കെന്നിന്റെ അടുത്ത് നിന്ന് കോൾ വരുന്നത്. ഫായ് മരിച്ച കാര്യമാണ് പറയുന്നത്. അവിടെ കുറെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നല്ലോ. ആ കൂട്ടത്തില് അവിടുത്തെ ഡിസ്ട്രിക്ട് MP-ന്റെ മകനും ഉണ്ട്. അതേപോലെ പുതിയ ഇൻസ്പെക്ടർ വരുന്ന കാര്യവും പറയുന്നുണ്ട്. ഇൻസ്പെക്ടർ അബ്രോഡിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ ആ സ്ഥലത്തേക്ക് ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മുന്നിൽ ഒരു കാറ് ഫ്രണ്ടിലേക്ക് വിടുന്നേ ഇല്ല. നല്ല സ്പീഡിൽ പോയിട്ട് ആ വണ്ടിയിലുള്ള ആളെയും കൊണ്ട് നിർത്തിക്കുന്നുണ്ട്. അതും കുറേ പറഞ്ഞിട്ടാണ് വണ്ടി നിർത്തുന്നതും കൂടെ. നല്ല ദേഷ്യത്തില് ഓടിക്കുന്നതെന്നും പറഞ്ഞ് വിൻഡോ തട്ടുമ്പം ആളും തുറക്കുന്നുണ്ട്. അപ്പോഴാണ് കാണുന്നത് അത് നമ്മുടെ അടുത്ത ഹീറോ കാമിൻ. ഒരുമാതിരി സ്റ്റണ്ണായ കണക്ക് നോക്കിയിരിക്കുന്നുണ്ട്. രണ്ടുപേരും ഒരേപോലെ ക്ലിക്കായ കണക്കാണ് നോക്കുന്നത്. ഫസ്റ്റ് കണ്ടപ്പോഴേ ഇഷ്ടം തോന്നിയെന്നല്ല, മയങ്ങിയെന്ന് വേണം പറയാൻ. ഒരുവിധം ബോധത്തിലേക്ക് വന്ന് എങ്ങനെയൊക്കെയാണോ വണ്ടി ഓടിക്കുന്നതെന്ന് ചോദിക്കുന്നതിന് സോറി എനിക്ക് റോഡ്സ് ഒന്നും പരിചയമില്ല എന്ന് കാമിൻ. അതൊന്നൊരു എക്സ്ക്യൂസ് അല്ല എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് നോക്കിയിട്ട് അല്ല നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? നല്ല അഹങ്കാരത്തില് ഞാൻ കുടിച്ചിട്ടില്ല, നിങ്ങളുടെ കാര്യം കഴിഞ്ഞു, ഇതുവരെ ഇല്ല എന്നും പറഞ്ഞ് ട്രാഫിക് പോലീസ് അതിൽ പോകുന്നുണ്ട്. ആളെ പിടിച്ച് നിർത്തിയിട്ട് ട്രാഫിക് വയലേഷനിലുള്ള ടിക്കറ്റ് അടിച്ചു കൊടുത്ത് താൻ ക്യാപ്റ്റൻ ആണെന്ന് കാണിക്കുന്ന തെളിവും കാണിച്ചു കൊടുത്ത് ലൈസൻസ് ചോദിക്കുന്നു. ലൈസൻസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. പുച്ഛം എന്നൊക്കെ പറഞ്ഞ പുച്ഛം മാത്രമേ പോകത്ത് കാണാനുള്ളൂ. ലൈസൻസിലെ പേരുണ്ടല്ലോ അത് വായിക്കുമ്പം ഓഫീസർ നിങ്ങളുടെ പേരെന്താണെന്ന് കാമിൻ. സ്റ്റൈലായിട്ട് പേര് പറഞ്ഞു കൊടുക്കുമ്പം നിനക്ക് എത്ര വേണമെന്ന് കാമിൻ. ഒരു ഓഫീസർക്ക് തന്നെ കൈക്കൂലി കൊടുക്കാൻ നോക്കുന്നു. ഓ ഇപ്പോഴിവിടെ സത്യസന്ധമാരായിട്ടുള്ള ഓഫീസേഴ്സ് ഉള്ളതില് സന്തോഷം കാമിൻ. അതത്ര ഫണ്ണി ആയിട്ടൊന്നുമില്ല. ഇപ്പൊ ചെയ്ത ട്രാഫിക് വയലേഷന് ഫൈൻ അടയ്ക്കണം എന്നും പറഞ്ഞ് ആ ടിക്കറ്റ് എടുത്ത് അങ്ങ് കൊടുക്കുന്നുണ്ട്. രണ്ടിനും നല്ല അഹങ്കാരമുണ്ട്. അത് ഒന്നിനൊന്നും മെച്ചം എന്നുള്ള രീതിക്കുണ്ട്. കാമിനും ക്രൈം നടന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അവിടെ പുറത്ത് തന്നെ കെന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്നത് 8 പേരാണ്. അവരൊക്കെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ്, അതും സീനിയേഴ്സ്. ഫ്രഷർമാൻ പാർട്ടി ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ വന്നിട്ട് ഡ്രിങ്ക്സ് കഴിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം നടന്നതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പുതിയ ഇൻസ്പെക്ടർ വന്നു എന്ന് പറയുന്നു. പക്ഷെ ഇൻസ്പെക്ടർ നാളെയാണ് വരേണ്ടത്. ഇന്നേ വന്ന കാര്യം എന്താണെന്ന് ജെയ്ഡിന് മനസ്സിലാവുന്നില്ല എന്ന് മാത്രമല്ല ഒരുമാതിരി ഇങ്ങേര് ഹാർഡ് വർക്കിംഗ് ആണെന്ന് കാണിക്കാനാണോ അതോ ഷോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണോ എന്ന് പറഞ്ഞിട്ടാണ് അകത്തേക്ക് പോകുന്നത്. അകത്ത് ഫോറൻസിക് ഓഫീസേഴ്സ് ഉണ്ട്. ജെയ്ഡ് അങ്ങനെ പോയിട്ട് പുതിയ ഇൻസ്പെക്ടറെ നോക്കുമ്പം ആരാ
നമ്മുടെ കാമിൻ, ഇൻസ്പെക്ടർ കാമിൻ. ഹലോ ക്യാപ്റ്റൻ ജെയ്ഡ്. കാമിന്റെ മുന്നിൽ ചെറുതായിട്ടൊരു ചിരി പാസ്സാക്കുന്നുണ്ട്. കാമിൻ അങ്ങനെ ഈ തിരിയുമ്പോൾ വല്ലാത്തൊരു എക്സ്പ്രഷൻ. ഒന്നുമില്ലേലും ജെയ്ഡിനെക്കാട്ടും ഉയർന്ന അധികാരിയാണല്ലോ ഇൻസ്പെക്ടർ കാമിൻ. ഫോറൻസിക് ഓഫീസറെ കാമിൻ പറഞ്ഞു വിട്ട് കഴിയുമ്പം അതെന്താ പുതിയ ഇൻസ്പെക്ടർ ആണെന്ന് എൻ്റെ അടുത്ത് പറയാതിരുന്നേ? നിങ്ങൾ ചോദിച്ചില്ലായിരുന്നു. പിന്നെ ഞാനങ്ങനെ പവർ ചുമ്മാ കാണിച്ച് ബാഡ്ജൊക്കെ കാണിച്ച് നടക്കുന്ന കൂട്ടത്തിലല്ല എന്ന് ഒന്ന് വെച്ച് പറയുന്നുണ്ട്. ജെയ്ഡ് ഒരുമാതിരി സർക്കാസ്റ്റിക്കലി പറയുമ്പം ഞാനങ്ങനെ എവിഡൻസ് ഒന്നും ഇല്ലാതെ ആൾക്കാരെ ചുമ്മാ അറസ്റ്റ് ചെയ്യാറില്ലെന്ന് കാമിൻ. ഞാൻ പ്രോട്ടോകോൾ അനുസരിച്ച് ജോലി ചെയ്യാറുള്ളൂ. നിങ്ങളെപ്പോലെ യൂണിഫോം ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഓഫീസേഴ്സിനെ പോലെയല്ല. പ്രോപ്പർ ഐഡന്റിഫിക്കേഷനും ഇല്ലാന്നും പറഞ്ഞ് നേരത്തെ ട്രാഫിക് വയലേഷന്റെ ടിക്കറ്റ് അടിച്ചു കൊടുത്തില്ലായിരുന്നോ? അതും കൊടുക്കുന്നുണ്ട്, ഇൻവാലിഡ് ആണെന്നും പറഞ്ഞ്. ഇനി ഫുള്ള് മുട്ടലാണ്. എവിടെയൊക്കെ എന്തൊക്കെ മുട്ടെന്ന് മാത്രം നോക്കിയാൽ മതി. അവരെ പുറത്തേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് കെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫൈൻ്റെ ഫ്രണ്ട്സുമായിട്ട് കുടിച്ച് ഡ്രഗ്സ് ഒക്കെ എടുത്തായിരുന്നല്ലോ, അതെനിക്കൊന്ന് ഇറങ്ങി എണീറ്റ് നോക്കുമ്പോഴാണ് ഇങ്ങനെ ഡെഡ് ആയിട്ടിരിക്കുന്ന കണ്ടേന്നുള്ള കാര്യം. ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പറഞ്ഞു വിടുന്നുണ്ട്. ഈ സമയത്ത് ജെയ്ഡാണെങ്കിൽ കാമിൻ്റെ അടുത്ത് അബ്രോഡല്ലേ പഠിച്ചത്, ഈ മൂവിയിലൊക്കെ കാണുന്ന പോലെയാണോ? ജസ്റ്റ് സീനൊന്ന് നോക്കുമ്പോഴേക്കും മർഡർ ആണോ അതോ ആക്സിഡന്റ് ആണോ എന്നൊക്കെ പറയാൻ പറ്റുമോ എന്നൊരുമാതിരി ആക്കി ചോദിക്കുന്നുണ്ട്. നീ കുറെ സിനിമ കാണാറുണ്ടെന്ന് മനസ്സിലായി. ഞാൻ എന്തായാലും പെട്ടെന്ന് ഒരു കൺക്ലൂഷനിലേക്ക് വീരുന്നില്ല എന്ന് കാമിൻ. എന്നാ പിന്നെ ഈ കേസ് കണ്ടുപിടിക്കുന്നതിൽ നമുക്ക് കോമ്പീറ്റ് ചെയ്താലോ? ഞാൻ ജയിക്കുവാണെങ്കിൽ നമ്മൾ കൊളീഗ്സ് ആയിരിക്കും, സബോർഡിനേറ്റ്സ് ആയിരിക്കില്ല. പബ്ലിക്കിന്റെ സഫറിങ്ങിനെ എന്തിനെ ഗെയിം ആക്കണമെന്ന് കാമിൻ. പെട്ടെന്ന് കേസ് സോൾവ് ചെയ്യുന്നത് നല്ലതല്ലേ? എന്തെറ്റി നിനക്ക് എൻ്റെ അടുത്ത് കോമ്പീറ്റ് ചെയ്യാൻ പേടിയാണോ അതോ തോക്കുന്ന മേടിച്ചിട്ടാണോ? നിനക്ക് മത്സരിക്കണം എന്നാണെങ്കിൽ ശരി, ഓക്കെ, നടക്കട്ടെ. പക്ഷെ വാൺ ചെയ്യുന്നു, ഞാൻ ഒരിക്കലും തോറ്റിട്ടില്ല. വാവ്, എന്തൊരു കോയിൻസിഡൻസ് ആണ്. ഞാനും ഒരിക്കലും തോക്കാറില്ല എന്ന് പറഞ്ഞ് പിന്നെയും രണ്ടുപേരും കൂടെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം കാമിൻ ഓഫീസിലേക്ക് വരുമ്പം അവിടെയുണ്ട് അവൻ്റെ അനിയൻ ജയ് ഇരിക്കുന്നു. നീ എന്താടാ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും പോലീസുകാർ വന്നിട്ട് അവർ ഫ്രണ്ട്സ് 8 പേരുണ്ടായിരുന്നു, അതിലെ ബാക്കി 7 പേര് ഇപ്പൊ സസ്പെക്റ്റ് ആണ്, അതിലൊരാളാണ് ജയ്. ഇത് കേൾക്കുന്ന ജെയ്ഡിന് അങ്ങനെ ഒരു ഷോക്ക്. അവൻ ചേട്ടൻ്റെ അടുത്ത് ചേട്ടാ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അപ്പം അങ്ങോട്ടേക്ക് കാമനും വരുന്നുണ്ട്. നിന്റെ അനിയൻ ഈ കേസിലുണ്ട്, അതുകൊണ്ട് നീ വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയാണ്. പക്ഷെ നമ്മുടെ ചെക്കനാണെങ്കിൽ ജയ് ഇതിലുണ്ട് എന്നുള്ളത് ഇപ്പോഴും അങ്ങ് ദഹിച്ചിട്ടില്ല. ജയ് സസ്പെക്റ്റ് ആണെന്നോ? അതെങ്ങനെയാ നടക്കുക? അവൻ്റെ അടുത്ത് സംസാരിക്കുന്നവരെ എനിക്കും അറിയത്തില്ലായിരുന്നു. നോക്ക്, എൻ്റെ അനിയൻ ഇതിലുണ്ടെങ്കിൽ അവൻ്റെ പേരിൽ ഞാൻ തന്നെ ചാർജസ് എഴുതും. നീ പുറത്ത് നിൽക്ക്, ഞാൻ അവരെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വരാം. പിന്നെ നിന്റെ കോമ്പറ്റീഷൻ്റെ കാര്യം നിനക്ക് വേണമെങ്കിൽ ഇപ്പം കിറ്റ് ചെയ്യാം എന്നും പറഞ്ഞ് തുറിച്ചു നോക്കിക്കൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. കാമിന് ആദ്യം ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ജയനെയാണ്. അവൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ജെയ്ഡ് കൺട്രോൾ റൂമിലുണ്ട്. അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് മര്യാദയ്ക്ക് സത്യം മാത്രം പറഞ്ഞോടെന്ന്, അതും കുറച്ച് ടഫായിട്ട്. ഇവരുടെ 8 പേരുടെ ടീമിനെ കോളേജിൽ അവഞ്ചേഴ്സ് എന്നാണ് നിക് നെയിം ഇട്ട് വിളിക്കാറുള്ളത്. എല്ലാവരും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്. ഫ്രഷേഴ്സിന്റെ മീറ്റ് കഴിഞ്ഞതിന് ശേഷം ഇവരെ സ്റ്റോർ റൂമിൽ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. 8 പേരുണ്ട്, എല്ലാവരും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഞാൻ പേര് പറയാം, കുറച്ചങ്ങ് കഴിയുമ്പോൾ മനസ്സിലായിക്കോളും. ചാമ്പിന് പോണായിരുന്നു, പക്ഷെ ചെറീനും ഫായും കൂടെ അവനെ ബെഗ് ചെയ്ത് അവിടെ നിർത്തിച്ചു. ഫായ് എന്ന് പറയുന്നത് ആ മരിച്ച പെണ്ണാണ്. അവര് ട്രൂത്ത് ഓർ ഡെയർ കളിക്കായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഡ്രിങ്ക്സ് അടിക്കുന്നൊക്കെയുണ്ട്. ഏറ്റവും ലാസ്റ്റ് ഉറങ്ങിയത് ജയ് ആണ്. പിന്നെ എണീറ്റ് നോക്കുമ്പോൾ കാണുന്നത് പായ ആ ഒരു അവസ്ഥയിൽ കിടക്കുന്നതാണ്. എന്ന് പറയുമ്പം നീ ആദ്യം ഡോക്ടറെയാണ് വിളിച്ചത്, എന്തുകൊണ്ട് പോലീസിനെ വിളിച്ചില്ല എന്ന് കാമിൻ. അവളെ രക്ഷിക്കാൻ പറ്റുന്ന വിചാരിച്ചത് എന്ന് ജയ്. ആരാ ഡ്രിങ്ക്സ് മേടിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് ടൈം ആണെന്ന് പറയുന്നു. പിന്നെ ആ ചെക്കനെയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. താനാണ് ഡ്രിങ്ക്സ് മേടിച്ചത്, പക്ഷെ മിക്സ് ചെയ്തത് താനല്ല എന്നാണ് ടൈം പറയുന്നത്. പിന്നെ വിയേർഡായിട്ടുള്ള ഒരു കാര്യം കണ്ടതായിട്ടും പറയുന്നുണ്ട്. അതിലൊരു ഗേളും ബോയും തമ്മിൽ സംസാരിക്കുന്നത്, ചെറീനും ചാമ്പും തമ്മിൽ സംസാരിക്കായിരുന്നു ഇവൻ ഐസ് മേടിച്ചിട്ട് വന്ന സമയത്ത്. അതും ചുമ്മാ സംസാരിക്കായിരുന്നില്ല, ആർഗ്യൂ ചെയ്യായിരുന്നു. ഇപ്പൊ ആർഗ്യൂ ചെയ്തു എന്ന് പറഞ്ഞ 2 പേര്, അതായത് ചാമ്പും ചെറീനും ഡേറ്റ് ചെയ്യണമെന്ന് ചോദിക്കുമ്പം ഫായും ചാമ്പും ആണെന്ന് പറയുന്നുണ്ട്. ഫായ് എന്ന് പറയുന്നത് മരിച്ച പെണ്ണ്. ഫായിന്റെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ടാണ് ചെറിൻ. അപ്പോൾ ഫായിന്റെ കാര്യത്തിനാണോ ചാമ്പും ചെറിനും തമ്മിൽ വഴക്കുണ്ടാക്കിയെന്ന് ചോദിക്കുന്നുണ്ട്. അതിനാ പയ്യന്റെ അടുത്ത് നിന്ന് റിപ്ലൈ ഒന്നുമില്ല. എന്തുകൊണ്ടാണ് ആരും പോലീസിനെ വിളിക്കാത്തതെന്നുള്ള ചോദ്യത്തിന് അത് താറിന്റെ അടുത്തും ബെല്ലിന്റെ അടുത്തും പോയി ചോദിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ 3ാമത്തെ സസ്പെക്റ്റ് ബെല്ല്. അവക്കാണെങ്കിൽ ഒരുമാതിരി അഹങ്കാരത്തിലാണ് ഇരിക്കുന്നത്. ഒരാളെ കുടിച്ചിട്ട് മരിക്കുന്നൊക്കെ ആര് കണ്ടു? അതുകൊണ്ടാണ് ആംബുലൻസിനെ ആദ്യം വിളിച്ചത്. എനിക്ക് അവളെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ നീയും താറും മാത്രമാണല്ലോ പോലീസിനെ വിളിക്കുന്നതിൽ നിന്നും തടഞ്ഞത് എന്നുള്ള ചോദ്യത്തിന് അതാര് പറഞ്ഞു? എനിക്കതിനെക്കുറിച്ചൊന്നും കെയർ ചെയ്യുന്നില്ല, അവർക്ക് വേണമെങ്കിൽ വിളിക്കായിരുന്നു. പക്ഷെ താറാണ് അതിലേറ്റവും കൂടുതൽ പേടിച്ചിട്ടുണ്ടായിരുന്നത്. താർ ഒരുപാട് ഡ്രഗ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും മയങ്ങിയപ്പം അവനായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക.
അങ്ങനെ അടുത്ത സസ്പെക്റ്റ് താറ്. അവൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ പറയുന്നത് ബെല്ലിന്, അതായത് തൊട്ട് മുന്നേ സംസാരിച്ച പെണ്ണിന് പോലീസിനെ വിളിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു. കാരണം അവള് ഒരു ജൂനിയറിന്റെ മേലെ ആസിഡ് ഒഴിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ആ പെണ്ണിനെ അടിച്ച് ആസിഡ് ഒഴിച്ചു എന്ന്. പിന്നെ മര്യാദയ്ക്ക് ചോദിച്ചതിന് ഉത്തരം പറയാതെ ടൈമിന്റെ അച്ഛൻ പോലീസാണ്, ജയന്റെ ബ്രദർ പോലീസാണ്, ചാമ്പിന്റെ അച്ഛൻ MP ആണെന്നൊക്കെ പറയുമ്പം മര്യാദയ്ക്ക് വായടച്ചിരുന്നോളാം ചെയ്ത്. അവൻ പറയുന്നത് അവൻ ഡ്രഗ്സ് എടുക്കുന്നതൊക്കെ ഒരുപാട് മുന്നേ തന്നെ നിർത്തിയതാണ്. ഡ്രഗ്സ് എടുക്കുന്നത് നിർത്തിയെന്ന് ഉറപ്പാണോ എന്ന് ചോദിക്കുന്നതിന് അതേന്ന് പറയുന്നു. അങ്ങനെ അഞ്ചാമത്തെ സസ്പെക്റ്റ് ടോങ്ല. അവനാണ് ഡ്രിങ്ക്സ് മിക്സ് ചെയ്തത്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പം പക്ഷെ മൂത്ര വയ്ക്കാൻ പോയപ്പോൾ ഞാനല്ല എന്ന്. ഒരുമാതിരി അഹങ്കാരമാണ്. അവിടെ നടന്നത് എന്തായിരുന്നു എന്നുള്ളത് ഒന്ന് റീകോൾ ചെയ്യാവോ എന്ന് ചോദിക്കുമ്പം അവൻ ഒരുമാതിരി അഹങ്കാരത്തിൽ ചിരിച്ച് വെറുപ്പാക്കുകയാണ്. ഞാനും ടൈമായിരുന്നു റൂം ശരിയാക്കിയത്. ടൈം എന്ന് പറയുന്നത് ആ ഡ്രിങ്ക്സ് മേടിച്ചുകൊണ്ട് വന്നു എന്ന് പറഞ്ഞ പയ്യൻ. ബാക്കിയുള്ളവരൊക്കെ പിന്നെ വന്നു. ചാമ്പും ഫായും ആണ് ഏറ്റവും ലാസ്റ്റ് വന്നത്. പ്രത്യേകിച്ചൊന്നും നടന്നില്ല, ഞങ്ങൾ ഡ്രിങ്ക്സ് കഴിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ചെറിനും ഫായും കൂടെ ആ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്തത്. ആരായിരിക്കും ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പം ചാമ്പായിരിക്കും എന്ന് പറയുന്നു. ഫായിൻ്റെ ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട് മരിച്ചിട്ടും അവനൊരു കുഴപ്പമില്ല എന്നറിയാണ്. ചാമ്പാണ് MP-ൻ്റെ മകൻ. അങ്ങനെ ആറാമത്തെ സസ്പെക്റ്റ് അവനാണ്. അവിടെ ഇരിക്കുന്നത് പോലും അഹങ്കാരത്തിൽ ഫോണ് നോക്കിക്കൊണ്ടാണ്. ഫായുമായിട്ട് ഡേറ്റ് ചെയ്യായിരുന്നു എന്ന് ചോദിക്കുമ്പം അവനൊരുമാതിരി കെയർലെസ് ആയിട്ട് അതേ ആയിരുന്നു. അവളെ ഭയങ്കര സ്വീറ്റാണ്, കൈൻഡാണ്, പിന്നെ ഞങ്ങളുടെ ഫാമിലിയും നന്നായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഗേൾ ഫ്രണ്ട് മരിച്ചിട്ട് നിനക്ക് വിഷമമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നതിന് പ്രോബബ്ലി ഞാൻ ഷോക്കിലാണ്, പിന്നെ എനിക്ക് ഇമോഷൻസ് ഹൈഡ് ചെയ്യാൻ അറിയായിരിക്കും എന്നൊക്കെ പറയുന്നത് ഇവനൊക്കെ ആരാ എന്നുള്ള ഒരു ടൈപ്പിലാണ്. മരിച്ച പെണ്ണിൻ്റെ അടുത്ത് എന്തെങ്കിലും അൺയൂഷ്വലായിട്ട് തോന്നിയോന്ന് ചോദിക്കുമ്പം അവള് സ്ലീപ്പിംഗ് പിൽസ് എടുക്കുന്നുണ്ടായിരുന്നു, പിന്നെ വയറുവേദന ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് കൂടുതൽ കുടിക്കാൻ പാടില്ലായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് പോവാലോ, ലോയറിൻ്റെ അടുത്ത് സംസാരിച്ചാൽ മതി. നല്ല ടഫായിട്ട് പറ്റില്ല, ഇരിക്കിയെന്ന്, നീ ഒരു സസ്പെക്റ്റ് ആണ്, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കിയെന്ന് കാമിൻ. ഓ എത്ര ക്വസ്റ്റ്യനാണ് ഇത്, എപ്പോഴാ കഴിയാന്നും പറഞ്ഞ് അവനോട് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന നമ്മുടെ ജെയ്ഡ് ഒരുമാതിരി സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെറ്റു പറയാൻ പറ്റില്ല, കാമിൻ അങ്ങനെ പറയുമ്പം സൂപ്പർ സെക്സി ആയിട്ടുണ്ടായിരുന്നു. ജെയ്ഡ് അങ്ങനെ കൺട്രോൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നുണ്ട്. അവിടെയാണ് ഏഴാമത്തെ സസ്പെക്റ്റ് ചെറിയനിരിക്കുന്നത്. അവളുടെ അടുത്തൊന്ന് സംസാരിക്കുന്നതാണ്. ചാമ്പിനെയും ഫായിനെയും കുറിച്ച് പറയാൻ പറയുന്നു. കോളേജിലും വീട്ടിലും എങ്ങനെയാണെന്ന്. ചാമ്പ് കോളേജിൽ ഫണ്ണാണ്, റിച്ച് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഫായുമായിട്ട് നല്ല റിലേഷൻഷിപ്പിലായിരുന്നു. പെർഫെക്റ്റ് മാച്ച് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് മാരേജ് ചെയ്യാനിരിക്കുകയായിരുന്നു. എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ചാമ്പ് പറഞ്ഞ കണക്ക് തന്നെയാണ് പറയുന്നത്. സ്ലീപ്പിംഗ് പിൽസ് എടുക്കാറുണ്ട്, പിന്നെ വയറിൽ അൾസർ ഉണ്ട്, അതുകൊണ്ട് ഒരുപാട് കഴിക്കാൻ പാടില്ല എന്ന്, ഡ്രിങ്ക്സ് കഴിക്കാൻ പാടില്ല എന്ന്. അന്ന് രാത്രിയും അവൾ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെ തടയാൻ നോക്കിയിട്ട് പോലും കേട്ടിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഫായ് മരിക്കാനുള്ള കാരണം കൂടുതൽ കുടിച്ചുകൊണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇവരെ നൈറ്റിൻ്റെ ഇടയ്ക്ക് എണീച്ചപ്പോഴാണല്ലോ ഫായ് മരിച്ചു കിടക്കുന്ന കണ്ടത്. ആ ഒരു ടൈമിൽ എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തതെന്ന് ചോദിക്കുമ്പം പെട്ടെന്ന് കണ്ടപ്പോൾ അങ്ങനെ പേടിച്ചു പോയായിരുന്നു. പിന്നെ ഒന്ന് കാം ഡൗൺ ആയപ്പം താക്കിലെയാണ് ആംബുലൻസിനെ വിളിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ ഒച്ചയെടുക്ക് നീക്കുന്നുണ്ട്. എത്ര ധൈര്യം ഉണ്ടെങ്കിലും എൻ്റെ മോനെ അറസ്റ്റ് ചെയ്യുന്നുള്ളത്. ചാമ്പിൻ്റെ അച്ഛൻ ഡിസ്ട്രിക്ട് MP ആണെന്ന് പറഞ്ഞായിരുന്നല്ലോ, ആ പുള്ളിക്കാരനാണ് വന്ന് ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കാമിൻ്റെ അടുത്താണ് ദേഷ്യപ്പെടുന്നത്. എത്ര ധൈര്യം ഉണ്ടെങ്കിലും എൻ്റെ മോനെ ഇങ്ങനെ വയ്ക്കുന്നു, ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്യുന്നത്, അവൻ സീനിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വിളിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് എന്ന് കാമിൻ. എന്നാൽ പിന്നെ ഞങ്ങളുടെ ലോയറിൻ്റെ അടുത്ത് സംസാരിച്ചോ എന്നും പറഞ്ഞ ചാമ്പിൻ്റെ അടുത്ത് വാ വീട്ടിൽ പോവാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകാൻ നിൽക്കുവാണ്. അത്യാവശ്യം നല്ല ഒച്ചയില് കടുപ്പത്തില് നിൽക്കുന്ന് കാമിൻ പറയുന്നു. കാമിനെ സംബന്ധിച്ച് എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് നടന്നോണം. ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയല്ലോ, നിയമത്തിന് മുന്നിൽ എല്ലാവരും സമമാണെന്ന്. അതങ്ങനെയും ഫോളോ ചെയ്യുന്ന ആളാണ്. ജെയ്ഡാണ് കാമിനെ നിർത്തിക്കുന്നത്. എന്നിട്ട് MP-ൻ്റെ അടുത്ത് ക്ഷമയും ചോദിക്കുന്നുണ്ട്. ക്ഷമയും ചോദിച്ച് ഇയാള് പുതിയതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ, ഇനി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചോളാന്ന് പറഞ്ഞ് പുള്ളീനെ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ആ ചാമ്പ് ഒരുമാതിരി ചിരിച്ചിട്ടാണ് അവിടുന്ന് പോകുന്നത്. ചിരിച്ചുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയതിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് ജെയ്ഡ്. ആവശ്യമില്ലാത്ത സ്ഥലത്താണ് ഈ കളിക്കാൻ പോകുന്നത്, അത് MP-ൻ്റെ മോനാണെന്ന് ജെയ്ഡ് കാമിൻ്റെ അടുത്ത് പറയുമ്പം അതിനിപ്പോൾ എന്താ, എനിക്ക് സത്യമാണ് വേണ്ടത്, ഇതിൽ ഡ്രഗ്സ് ഇൻവോൾവ് ആണ്, ഫോറൻസിക്കിനെ നന്നായിട്ടൊന്ന് പുഷ് ചെയ്യണം, ഫസ്റ്റ് ഡേ തന്നെ പുഷ് ചെയ്യാൻ പോകണമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് കാമിൻ. എന്താണാവോ, നിന്റെ ബ്രദറിനെ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകണം. അത് കേൾക്കുന്ന ജെയ്ഡ് ഒരുമാതിരി കൺഫ്യൂസ്ഡ് ആയിട്ട് നോക്കുന്നുണ്ട്. പിന്നെ കാണുന്നത് അവർ മൂന്നുപേരും കൂടെ ഭക്ഷണം കഴിക്കാൻ വന്നേക്കുന്നതാണ്. താറും ബെല്ലും നിന്നെ പോലീസിനെ വിളിക്കുന്നതിൽ നിന്നും സ്റ്റോപ്പ് ചെയ്തു എന്നുള്ള കാര്യം നീ എന്താ പറയാതിരുന്നത് എന്ന് ജെയ്ഡ് ജെയിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അവരെ പ്രശ്നത്തിലാക്കാൻ താല്പര്യമില്ല, അതിലിപ്പോൾ എന്താണെന്ന് അവൻ. മരിച്ച ആളെ ഇഗ്നോർ ചെയ്ത് നീ നിന്റെ ബാക്കി ഫ്രണ്ട്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാണോ? നോ റിപ്ലൈ. അപ്പോൾ കാമിൻ, നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഫ്രണ്ട്സ് ആണോ? ഞങ്ങൾ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ഇയർ മുതൽ ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നു. ഈ സമയത്ത് കാമിൻ കുറച്ചേരം നോക്കിയിരുന്നിട്ട്
ഞാനൊരു പോലീസായിട്ടല്ല ചോദിക്കുന്നത്, ചേട്ടനായിട്ടാണ്. വേർഡ്സ് ഒക്കെ അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മൈൻഡ് പോന്ന പോക്കേ. അവരെ ഫൈൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അവരെ വിശ്വാസമാണെന്നാണ് അവൻ പറയുന്നത്. എനിക്കിവിടുത്തെ സ്ഥലമൊന്നും അറിയത്തില്ല. ഞാനിവിടെ പുതിയതായിട്ട് വന്നതാണ്. അബ്രോഡ് നിന്നാ വന്നത് എന്ന് കാവൻ പറയുമ്പം എവിടെ നിന്ന് ജയ് അമേരിക്കയിലെ പഠിക്കായിരുന്നു എന്ന് പറയുമ്പം ഇപ്പൊ അബ്രോഡിൽ നിന്ന് വന്നേ ഉള്ളൂ. വന്നപ്പോഴേക്കും എൻ്റെ ചേട്ടൻ്റെ ബോസായോ എന്നും പറഞ്ഞ് ജെയ്ഡിനെ ഒരുമാതിരി അങ്ങ് പുച്ഛിക്കുകയാണ്. രണ്ടും തമ്മിൽ സ്നേഹമുണ്ട്, പക്ഷേ ടോം ആൻഡ് ജെറി കണക്കാണ്. നീ നിന്റെ ഫ്രണ്ട്സുമായിട്ട് ഒരുപാട് ആർഗ്യൂ ചെയ്യുമെന്ന് കാമിൻ ചോദിക്കുമ്പം വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുണ്ടായത് ചാമ്പും പായും താറും തമ്മിലാണെന്ന് പറയുന്നുണ്ട്. ഫായ് മരിച്ച പെണ്ണ്, ചാമ്പ് അവളുടെ ബോയ് ഫ്രണ്ട്, പിന്നെ താറ് ആ കണ്ണാടി വെച്ച പയ്യൻ. അവരെ സെക്കൻഡ് ഇയർ പഠിക്കുമ്പം ഇത് കണക്ക് ഫ്രഷേഴ്സ് പാർട്ടീൻ്റെ സമയം കോർഡിനേറ്റ് ചെയ്യുന്ന സമയത്ത് താറ് ഫായിനെ വളയ്ക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ചാമ്പ് വിചാരിച്ചത് അവക്കും അത് ഓക്കെ ആണെന്നാണ്, പക്ഷെ ശരിക്കും അവൾ എല്ലാവരുടെ അടുത്തും ഭയങ്കര കൈൻഡാണ്, എല്ലാവരുടെ അടുത്തും നന്നായിട്ടാണ് പെരുമാറുക. അങ്ങനെ ചാമ്പ് ഇടപെട്ടതിന് ശേഷമാണ് ചാമ്പും ഫായും തമ്മിൽ ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് താറുമായിട്ട് ആർക്കും പ്രശ്നം ഉണ്ടാക്കിയില്ലെന്ന് ചോദിക്കുമ്പം പിരിഞ്ഞു പോകരുതെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ചാമ്പാണ് പറഞ്ഞത് അതങ്ങ് വിട്ടേക്കാൻ, നടന്നിട്ടേ ഇല്ലാന്ന് കരുതിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊന്നും നീ എന്താ ചോദ്യം ചെയ്യുന്ന സമയത്ത് പറയാത്തത്? നീ എന്തെങ്കിലും ഞങ്ങളുടെ അടുത്തൊന്നും മറക്കുന്നുണ്ടോ എന്ന് ജെയ്ഡ് ചോദിക്കുമ്പം ജയ റൂഡായിട്ട് നല്ല സംസാരിക്കുന്നത്. സിബ്ലിങ്സ് തമ്മിൽ പൊതുവെ ഒരു പുച്ഛം ഉണ്ടാവൂലേ, ആ രീതിക്കാണ് സംസാരിക്കുന്നത്. ഞാനിപ്പോ പറയുന്നില്ലേ, അല്ലേ തന്നെ നിന്റെ വർത്താനത്തിന് ആരെന്തു പറയാനാ? ദാ ചെറുക്ക, ഞാൻ നിന്റെ അടുത്ത് നല്ല രീതിക്കാണ് സംസാരിക്കുന്നത് എന്ന് ജെയ്ഡ് അത് എങ്ങനെ പറഞ്ഞുകൊണ്ട്, നല്ല ടഫായിട്ട് പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞ് കാമിനും ജെയ്ഡും ഓഫീസിലേക്ക് വരികയാണ്. കാമിൻ്റെ കയ്യിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, ഒരു വലിയ പട്ടിയുണ്ട്. അത് കണ്ടിട്ട് നീ ഭയങ്കര ഡ്രമാറ്റിക് ആണ്, എന്തിനാണ് ഇത്ര സാധനമൊക്കെ കൊണ്ടുവരുന്നത്? ഞാനേ വർക്ക് ചെയ്യാനാ വന്നത്, ചുമ്മാ കളിച്ച് നടക്കാനല്ല. അതെ, പിന്നെ ഈ സ്ഥലം അവിടുത്തെ പോലെയല്ല, കുറച്ച് കണക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലേ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ജെയ്ഡ് പറയുന്നതിന് എന്നാ പിന്നെ നീ പോയിട്ട് CCTV ഫുട്ടേജ് ഒക്കെ നോക്കാൻ നോക്ക്. അത് കഴിഞ്ഞിട്ട് ഫോറൻസിക്കുമായിട്ട് അനലൈസ് ചെയ്യ്. തീർച്ചയായിട്ടും, പക്ഷെ അതിനു മുന്നേ എനിക്കൊന്ന് ഉറങ്ങണം. ചെല്ല് നടക്കട്ടെ, എന്നാലല്ലേ തായ് പോലീസ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റൂ. തായ് പോലീസ് ആണെങ്കിലും ഫോറിൻ പോലീസ് ആണെങ്കിലും രാത്രി മൊത്തം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കണം. ക്രിമിനൽസ് റെസ്റ്റ് എടുക്കുന്നില്ല, പിന്നെ എന്തിനാ പോലീസ് റെസ്റ്റ് എടുക്കണം? നിന്റെ മടിയും യൂസ്ലെസ്നെസ്സും കാരണം കേസ് വല്ലതും താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് റിപ്പോർട്ട് ചെയ്യും. എന്താ നീ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുകയാണോ? പ്രശ്നം ഉണ്ടാക്കലൊന്നല്ല, ജസ്റ്റ് ഞാൻ ഫാക്ട്സ് മാത്രമാണ് പറയുന്നത്. ടാക്സ് പേയേഴ്സിൻ്റെ പൈസ എടുത്തിട്ട് കുറച്ച് വൃത്തിയായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്ക് എന്നും പറഞ്ഞ് രണ്ടും കൂടെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് കമാൻഡർ വരുന്നത്. ഇൻസ്പെക്ടർ കാമൻ ആദ്യം തന്നെ വന്നിട്ട് ഒരു വലിയ കേസാണ് കിട്ടിയിരിക്കുന്നത്. അതും ഈ കേസിൽ ഒരു MP-ൻ്റെ മോനും ഉണ്ട്, ഹയർ റാങ്കിങ് പോലീസ് ഓഫീസറുടെ മോനും ഉണ്ട്. മോനല്ല, മോള്. അതുകൊണ്ട് സൂക്ഷ്യം കണ്ടും കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും സാർ, പേടിക്കേണ്ട കാര്യമില്ലെന്ന് കാമൻ. ഒരു കേസും കൂടെ കൊടുത്തിട്ടാണ് കമാൻഡർ പറയുന്നത് 2 കേസും പെട്ടെന്ന് തന്നെ നോക്കി തീർക്കണമെന്ന്. തീർച്ചയായിട്ടും പറഞ്ഞാൽ കാമൻ പറഞ്ഞയച്ച് കഴിയുമ്പോൾ വർക്കിൽ ഒരുപാട് പ്രഷറാണല്ലോ ഇൻസ്പെക്ടർ, നിങ്ങൾ ഗിവപ്പ് ചെയ്യാൻ പോവാണോ? ഞാനങ്ങനെ ഗിവപ്പ് ചെയ്യായിരുന്നെങ്കിൽ ഇങ്ങനെ ഇൻസ്പെക്ടറായി നിൽക്കൂലായിരുന്നു എന്ന് ഒരുമാതിരി ക്യാപ്റ്റനെ ആക്കിയിട്ട് പോകുന്നുണ്ട്. രണ്ടുപേരും കൂടെയാണ് ഓഫീസിലേക്ക് വരുന്നത്. കാമനാണെങ്കിൽ അവിടെ ഉള്ള CCTVയോ ബഗ്ഗോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇൻസ്പെക്ടർ, ഞാൻ തന്നെയാണ് അതെല്ലാം ചെക്ക് ചെയ്തത്, ഇവിടെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ് എനിക്ക് പേടിയെന്ന് കാമൻ. ഇങ്ങനെ ഇരുന്ന് നാണം കിട, ജെയ്ഡെങ്കിലും വായടച്ചിരിക്കണ്ടേ? കേസ് ഡീറ്റെയിൽസ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്, അതാണ് നോക്കുന്നത്. കാര്യമായിട്ട് നോക്കുന്ന കണ്ടിട്ട് ജെയ്ഡ് ചോദിക്കുമ്പം ആ പിള്ളേര് നമ്മുടെ അടുത്തുനിന്ന് എന്തോ മറച്ചു വെക്കുന്നുണ്ട്, അതാണ് എന്നെ ബോധർ ചെയ്യുന്നത് എന്ന് കാമൻ. ഏറ്റവും കൂടുതൽ കള്ളം പറയുന്നത് താറാണെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് താറിനെയാണ്. പറഞ്ഞ കണക്ക് തന്നെ അവൻ കുറച്ച് ടെൻഷനായിട്ടാണ് ഉള്ളത്. കയ്യിൽ എന്തോ ഒരു ലെറ്റർ ഉണ്ട്, ഒരു ചെറിയ ബ്ലാക്ക് എൻവലപ്പ്, അതിൻ്റെ മേലെ ട്രൂത്ത് ഓർ ഡെയർ എന്ന് എഴുതിയിട്ടുണ്ട്. ഉള്ളിലൊരു കാർഡും കുറെ ഫോട്ടോസും ഉണ്ട്. എന്താണതെന്ന് കാണിക്കുന്നില്ല, പക്ഷെ ഒരുമാതിരി താറ അത് കണ്ടിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. എന്നിട്ട് ചാമ്പ്, അതായത് ഫൈൻ്റെ ബോയ് ഫ്രണ്ടിനെ വിളിച്ച്, ആ MLA-ൻ്റെ മോൻ, അവനെ വിളിച്ചിട്ട് എന്തിനാണ് നീ ഇതൊക്കെ എനിക്ക് അയക്കുന്നത്, നീ എന്താ എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണോന്നും ചോദിച്ച് ഒച്ചയെടുക്കുന്നുണ്ട്. ഇവിടെ കാമൻ ജെയ്ഡിൻ്റെ അടുത്ത് താറ് ഡ്രഗ്സ് എടുക്കുന്നുണ്ട് എന്നുള്ളത് കാമിന് ഉറപ്പാണ്, പക്ഷെ ആരാണ് അവനെ ഡെലിവറി ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണം. അതാവുമ്പം ഇവർക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. നിനക്ക് ഡ്രിങ്ക് മീ എന്ന് പറയുന്ന ബാർ അറിയോന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ജെയ്ഡിന് എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഒരു പയ്യനെ പിടിച്ചില്ലായിരുന്നു ഡ്രഗ്സിന്റെ കാര്യത്തിൽ. ആ സമയത്ത് അവനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡ്രഗ് മീലാണ് ഞാനിത് കൊണ്ടേ മേടിച്ചിട്ട് വരുന്നതെന്ന്. ആദ്യം നമുക്ക് ഫോറൻസിക് റിപ്പോർട്ട് കിട്ടണം, അതായത് ഓട്ടോപ്സി റിപ്പോർട്ട് കിട്ടണമെന്ന് കാമൻ പറയുമ്പം നിങ്ങൾ സാധാരണയായിട്ട് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നതെന്ന് ജെയ്ഡ്. ഇങ്ങനെ സോളോ ആയിട്ട് ടീമിൻ്റെ അടുത്ത് ചോദിക്കാതെ ഒരുമാതിരി ആക്കുന്ന കണക്ക് നീ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ ചോദിക്കണോ?
നമ്മുടെ ചെക്കൻ അതിനും മേലെയാണല്ലോ. അങ്ങനെയേ നിന്നിട്ട് അത് ക്വസ്റ്റ്യനും ഇൻവിറ്റേഷനും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കും. കാമൻ അങ്ങനെ പേപ്പർ എടുത്ത് മുഖത്ത് അമുക്കി ഇടുന്നുണ്ട്. പിന്നെ രണ്ടുപേരും കൂടെ പുറത്തേ വന്നേക്കുവാണ്. അവിടെ ഒരു സ്ട്രീറ്റ് ഫുഡ് മേടിച്ച് കഴിക്കുന്ന സമയത്ത് കാമനാണെങ്കിൽ അത് മേടിച്ച് വളരെ സൂക്ഷ്മമായിട്ട് ടിഷ്യൂസ് ഒക്കെ വെച്ചിട്ടാണ് കഴിക്കുന്നത്. നീ ഭയങ്കര നീറ്റാണെന്ന് തോന്നല്ലോ എന്ന് ചെയ്ത് പറയുമ്പം എനിക്ക് കാര്യങ്ങൾ ക്ലീൻ ആയിട്ടിരുന്നാലേ ഇഷ്ടപ്പെടുള്ളൂ എന്ന് കാമിൻ. ഇവരിപ്പോൾ ഉള്ളത് ഡ്രിങ്ക് മീ എന്ന് പറഞ്ഞ ഒരു ക്ലബ് ഉണ്ടല്ലോ, അതിൻ്റെ മുന്നിലാണ്. നീ ഇപ്പം എന്നെ ക്ലബിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതിന് എന്താ കിട്ടാൻ പോകുന്നതെന്ന് കാമിൻ ചോദിക്കുമ്പം ജെയ്ഡ് നേരെ കടക്കാരൻ്റെ അടുത്ത് തിരിഞ്ഞിട്ട് ഒരു സ്റ്റിക്കി റൈസ് തരാൻ പറയാണ്. പുള്ളിക്കാരൻ അതെടുത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ളത് കുറേ ഫോട്ടോസാണ്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിച്ച ആ പയ്യനെ പിടിച്ചപ്പം അവനൊരാളുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പേഴ്സൻ്റെ ഫോട്ടോസാണത്. ആ ക്ലബിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത ഫോട്ടോസ്. ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുന്നതിന് എനിക്ക് ഇൻഫർമേഷൻസ് തരാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് എന്നും പറഞ്ഞ് അപ്പുറത്ത് നമ്മുടെ കടക്കാരനെ നോക്കിയിട്ട് കണ്ണടിക്കുന്നുണ്ട്. വേറെ ആരാ? പുള്ളിക്കാരൻ തന്നെ. നൈറ്റ് രണ്ടുപേരും കൂടെ ക്ലബിലേക്ക് ഇൻവെസ്റ്റിഗേഷന് വേണ്ടി വന്നേക്കാണ്. ജെയ്ഡിനെ കാണുന്ന കാമിൻ, നീ ഇവിടെ ഇൻവെസ്റ്റിഗേഷന് വന്നതാണോ പാർട്ടിക്ക് വന്നതാണോ? ഇൻസ്പെക്ടർ, നിങ്ങളും എന്നെപ്പോലെ തന്നെയാണ് ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. ഒന്നും പറയാണ്ട് തുറച്ചു നോക്കിയിട്ട് അങ്ങനെ കാമിനകത്തേക്ക് പോകുന്നുണ്ട്. ഇവരകത്തേക്ക് കയറാൻ നിൽക്കുമ്പം അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ഇവരുടെ അടുത്ത് സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ലെന്ന് കാമിൻ. അതൊക്കെ റെഡിയാണ്, എൻ്റെ പേരാണ് ഉള്ളത് എന്ന് ജെയ്ഡ് ഫുള്ളി പ്രിപ്പേർഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. വെയിറ്റർ വന്ന് എന്താ കുടിക്കാൻ വേണ്ടിയെന്ന് ചോദിക്കുമ്പം സ്പാർക്ലിംഗ് വാട്ടർ എന്ന് കാമിൻ. എനിക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ട് എടുത്തോളാൻ ജെയ്ഡ്. അത് കഴിഞ്ഞിട്ട് കാമിൻ്റെ അടുത്ത് അതെന്ത് സ്പാർക്ലിംഗ് വാട്ടർ എന്ന് പറഞ്ഞാൽ സോഡ വെള്ളം. നിനക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ലേ? നിനക്കേ കുറച്ച് കൂടുതൽ സട്ടിലായിട്ടിരുന്നൂടെ? എവിടെ? കാമിൻ ഭയങ്കര സ്റ്റിഫായിട്ടാണ് നിൽക്കുന്നത്. അവിടെയുള്ളവരൊക്കെ ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ജൂങ്ങാണെങ്കിൽ ഒരുമാതിരി ഡാർലിംഗ് എന്നൊക്കെ വിളിച്ച് നീ എന്തിങ്ങനെ സൾക്ക് ചെയ്യുന്നത്? ഞാനൊരു കിസ്സല്ലേ ചോദിച്ചുള്ളൂ, അതും കവിളിൽ എന്ന് പറഞ്ഞാൽ കവിളിൽ കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. കണ്ടിട്ട് മറ്റുള്ളവരെ കാണിക്കുന്ന കണക്കില്ല, അവസരം കിട്ടിയപ്പോൾ മുതലെടുക്കുന്ന കണക്കുണ്ട്. ഡ്രിങ്ക്സ് എടുത്ത് ബേബി എന്നൊക്കെ പറഞ്ഞ് അത് കുടിക്കാൻ കൊടുക്കുമ്പം കയ്യിൽ പിടിച്ചിട്ട് തിരാക്കുന്നോ? ആരെയും അങ്ങനെയൊക്കെ വിളിക്കുന്നത്? എൻ്റെ പൊന്നെ, ഇങ്ങനെ സ്റ്റിഫാവല്ലേ, കുറച്ചൊക്കെ ബ്ലെൻഡ് ആയിട്ട് നിൽക്ക്. നേരത്തെ ജെയ്ഡ് കിസ് ചെയ്തില്ലേ, അത് ടിഷ്യൂ എടുത്ത് തുടച്ച് കളഞ്ഞ് അത് വെച്ചിട്ട് ടേബിൾ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന ജെയ്ഡ്, ഓഹോ, നീ ഇങ്ങനെ ക്ലബിലൊക്കെ വന്നാൽ ടേബിളൊക്കെ തുടച്ചിടുമല്ലേ? ഞാൻ ഡ്യൂട്ടി സമയത്ത് ഡ്രിങ്ക്സ് കഴിക്കാറില്ലെന്ന് കാമൻ. ജെയ്ഡായിട്ട് എന്തെങ്കിലും പറയും, എന്നിട്ട് ഇങ്ങനെ മേടിച്ച് കൂട്ടി വെച്ചിരിക്കും. ഇതിൻ്റെ ഇടയ്ക്കാണ് ഒരു പയ്യൻ വന്നിട്ട് കാമിനെ ഡ്രിങ്ക്സ് കുടിക്കാൻ വിളിക്കുന്നത്. എന്നിട്ട് ഇവർ രണ്ടും ഡേറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പാടെ കാമിനാണെങ്കിൽ, നീ എന്താ എൻ്റെ ടേസ്റ്റിനെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നും പറഞ്ഞ് ഒരുമാതിരി ജെയ്ഡ് നോക്കിയിട്ട് ഒരു എക്സ്പ്രഷൻ വേറെ. ഇതിൽ കൂടുതൽ അപമാനം വേറെ ഉണ്ടോ? ഞങ്ങളെ ജസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് ആ പയ്യൻ്റെ അടുത്ത് പറയുമ്പം അതേതെല്ലാം നന്നായി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ടേബിളിൽ പോയിട്ട് ഡ്രിങ്ക്സ് അടിച്ചാലോ എന്ന് ചോദിക്കുന്നു. കേൾക്കേണ്ട താമസം എന്താ വിചാരിച്ചെന്നറിയില്ല. കാമിൻ്റെ വേസ്റ്റിൽ പിടിച്ച് അങ്ങനെ അടുത്ത് നിർത്തുന്നുണ്ട്. രണ്ടുപേരും കുറച്ച് സെക്കൻഡ്സ് അങ്ങനെ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ജൂങ്ങാണെങ്കിൽ, സോറി ജെയ്ഡാണെങ്കിൽ ആ തോക്കെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പാടെ ആ ചെറുക്കം മിണ്ടാതെ പോകുന്നുണ്ട്. എൻ്റെ ചെക്കൻ അവൈലബിൾ അല്ലാന്ന് ജെയ്ഡ്. ഇങ്ങനെ ഗണ്ണൊക്കെ എടുത്ത് കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നതിന് ഇവിടെ കുറേ ക്രീപ്സ് ഉണ്ട് നീ, അതെനിക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. നിന്നെ ഞാൻ ഹാൻഡിൽ ചെയ്യാൻ വിട്ടാൽ നിന്നെക്കൊണ്ട് പറ്റുന്നു തോന്നുന്നുണ്ടോ? കാമിൻ അങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നു. അപ്പോഴാണ് കാണുന്നത് ഇവരെ നോക്കി വന്ന ആ ഒരു ഡ്രഗ് ഡീലർ അങ്ങോട്ടേക്ക് വരുന്നത്. അയാളെ കണ്ടതും ചാടിക്കേറി കാമിൻ പോവാൻ നിൽക്കുകയാണ്. കയ്യിൽ പിടിച്ചിട്ട് അടങ്ങിയിരിക്കാൻ പറയുമ്പം ആര് കേൾക്കുന്നു? ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിന്നെ അവരെ കൊന്നുകളയും, അടങ്ങിയിരിക്കുക, അവരെന്തെങ്കിലും ഒരു മൂവ് എടുക്കട്ടെ, അപ്പം നമുക്ക് ബാക്കപ്പിനെ വിളിക്കാം എന്നും പറഞ്ഞ് മേലേക്ക് പോയിട്ട് അവരെ വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് കാമിനെ പിടിച്ചൊരു തൂണിൻ്റെ മറവിൽ പോയി നിൽക്കുവാണ്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം അവിടെ നിൽക്കുന്ന ആൾക്ക് ഞാനൊരു പോലീസാണെന്ന് അറിയാം. അങ്ങനെ തൂണിലേക്ക് കൈവച്ച് അപ്പുറത്തേക്ക് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ജെയ്ഡിനെ നോക്കുമ്പം നമ്മുടെ ഹാർട്ട് ബീറ്റ് വരെ കൂടും. അങ്ങനെ ഒരു സ്പാർക്ക്. കുറച്ചേരം അങ്ങനെ നിന്നിട്ട് അവരെ തുടങ്ങിയോന്ന് ജെയ്ഡ്. അവരെ ഡ്രഗ്സ് കൈമാറ്റം ചെയ്യുന്നതായിട്ട് ശ്രദ്ധിച്ച് റെയ്ഡിന് വേണ്ടിയിട്ട് ടീമിനെ മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വന്ന് അറസ്റ്റ് ചെയ്യുന്നു. അകത്ത് വന്നിട്ട് തോക്ക് ചൂണ്ടി അറസ്റ്റ് ചെയ്യാൻ പോവാണെന്ന് പറയുമ്പം അവരാണെങ്കിൽ ഇവരെ തള്ളിവിട്ടിട്ട് ആ മെയിൻ ആയിട്ടുള്ള ആള് മാത്രം അവിടെ നിന്ന് ഓടുന്നു. പുറകെ തന്നെ കാമിനും വെച്ച് പിടിക്കുന്നുണ്ട്. ജെയ്ഡ് അവിടെ അത്യാവശ്യം എല്ലാവരും അറസ്റ്റ് ചെയ്തിട്ട് അവനും പുറകെ കാമിനെ അന്വേഷിച്ചു പോകുന്നുണ്ട്. ഇവിടെ കുറച്ചുകൂടി കഴിയുമ്പം കാമിൻ മേലേക്ക് വെടിവെച്ച് അയാളുടെ അടുത്ത് നിൽക്കാൻ പറയുന്നു. ആളും പേടിച്ചണക്ക് കൈപൊക്കി നിൽക്കുന്നൊക്കെയുണ്ട്. പക്ഷെ പെട്ടെന്ന് തോക്കെടുത്ത് വെടിവെക്കുവാണ്. ജസ്റ്റ് മിസ്സിന് കാമിൻ മാറുന്നുണ്ട്. മാത്രമല്ല അയാളെ വെടി നിൽക്കുന്നു കാലിന്. അപ്പോഴേക്ക് അയാളുടെ അടിയാൾ വരുന്നുണ്ട്. അങ്ങോട്ട് ഇരുന്ന ജെയ്ഡ് ഇത് കണ്ട് നേരെ കാമിന്റെ മുന്നിൽ അവനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കണക്ക് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും കാമിനാണെങ്കിൽ അതിൻ്റെ അപ്പുറം. പക്ഷെ കാമിൻ ചുമ്മാ സീനാണ്. തോക്കെടുത്ത് അയാളെ വെടിവെക്കുന്നു. സെറ്റ് സീന്. രണ്ടുപേരും അങ്ങനെ നോക്കിയിട്ട് നൈസ് എയിമാണ് ഇൻസ്പെക്ടർ. പുറത്ത് വന്നിട്ട്
കാമൻ അവന്റെ കേസ് തീർത്തല്ലോ, അതിനെക്കുറിച്ച് ജെയ്ഡ് പറയുന്നുണ്ട്. അപ്പൊ ചെക്കനാണെങ്കിൽ ഒരു പേപ്പർ എടുത്ത് കൊടുക്കാണ്. നോക്കുമ്പം ട്രാഫിക് വയലേഷന്റെ നോട്ടീസ്. ഇതെന്തിനാ? നേരത്തെ ചെറുതായിട്ടൊന്ന് ഡ്രിങ്ക്സ് അടിച്ചായിരുന്നല്ലോ, അതുകൊണ്ട് വണ്ടി ഓടിച്ചു പോകുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ കൈ വെച്ചോളെ. ഞാൻ അതിന് മാത്രം കുടിച്ചില്ലല്ലോ, പിന്നെ വർക്കിന് വേണ്ടിയിട്ടാണ് കുടിച്ചതും. നിന്റെ കീ തന്നേ എന്നും പറഞ്ഞ് കീ മേടിച്ച് അത് നമ്മുടെ കെന്നിന്റെ അടുത്ത് കൊടുക്കുന്നുണ്ട്, ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുവെക്കാനും പറഞ്ഞ്. എന്നിട്ട് ജെയ്ഡിന്റെ അടുത്ത് നീ എൻ്റെ കൂടെ വാന്നല്ല, നീ എൻ്റെ കൂടെ വരുവാ എന്നും പറഞ്ഞ് കൂട്ടിയിട്ട് വന്നിട്ടുണ്ട്. കാമൻ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് കൂട്ടിയിട്ട് വന്നേക്കുന്നത്. അതാണെങ്കിൽ ഒരു 5 സ്റ്റാർ ഹോട്ടല്. ഇങ്ങനെ ഒരു ഫാൻസി ആയിട്ടുള്ള സ്ഥലത്താണോ താമസിക്കുന്നത്? എന്തുകൊണ്ട് പാടില്ല, ഞാൻ കംഫോർട്ടിന് വേണ്ടിയിട്ടാണ് പേ ചെയ്യുന്നത്. റിച്ച് റിച്ച് എന്നുള്ളൊരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇട്ട്. അല്ല അതൊക്കെ നിൽക്കട്ടെ, എന്നെന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? നോട്ടിയായിട്ട് നീ എന്നെ റൂമിലേക്ക് കൊണ്ടുപോകാൻ പോവാണോ? നിന്റെ മണ്ടയ്ക്കകത്ത് അത് മാത്രമേ ഉള്ളൂ, വേറെന്ത് ചിന്തിക്കാനാ? അല്ലേലും ജെയ്ഡിന്റെ അടുത്താണ് പോയിന്റ്, വേറെന്ത് ചിന്തിക്കാനാ? ഡ്രിങ്ക്സ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. അത്രയും പോലീസുകാരുണ്ട്, പിന്നെ ജെയ്ഡിനെ മാത്രം എന്തിനാ കൊണ്ടുവന്നേന്നുള്ളതാണ് ചോദ്യചിഹ്നം. ജെയ്ഡ് കാമിന്റെ അടുത്ത് ഇങ്ങനെ ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് നീ എന്താ ചിന്തിക്കുന്നേ? നിനക്ക് ഡ്രിങ്ക്സ് കഴിക്കുന്ന ഇഷ്ടമല്ലേ? ഡ്രിങ്ക് മീന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നീ ഗ്ലാസ് താഴെ വെച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് കേസിന്റെ നന്ദി പ്രകടനമായിട്ട് നിനക്കിത് മേടിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. ഓഹോ, നിങ്ങൾക്ക് നന്ദി പറയാനൊക്കെ അറിയൂ ഇൻസ്പെക്ടർ. എനിക്ക് മറ്റുള്ളവരോട് കടപ്പെട്ടിരിക്കുന്നത് ഇഷ്ടമല്ല. പേടിക്കണ്ട, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സബോർഡിനേറ്റിനെയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ യൂണിറ്റിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റർ ഞാനാണ്. ജെയ്ഡ് ഒരു പേപ്പറിൽ എന്തോ കാര്യമായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. നേരത്തെ കാമിൻ ട്രാഫിക് വയലേഷന്റെ നോട്ടീസ് കൊടുത്തില്ലായിരുന്നോ, അതാണത്. ഇങ്ങനെ ഒരുപാട് ഹാഷ് ആവരുത്, നിങ്ങളെ നായായി മാറും എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളുടെ കെയറിലായിരിക്കും ഇൻസ്പെക്ടർ കാമിൻ. കാമിന്റെ തട്ടിലായിട്ട് ചിരിച്ചിട്ടുള്ള ഒരു നോട്ടും ഉണ്ട്. ഡങ്കിന്റെ മേലെ ഇത്രയും വിപ്പിടായിട്ടിരിക്കുന്നതിന് ജൂങ്ങിനെ ഒരു വിധത്തിലും കുറ്റം പറയാൻ പറ്റില്ല. അവിടെ ഇരുന്ന് കുടിക്കുന്ന അത്രയും നേരവും പരസ്പരം അങ്ങനെ തിന്നുന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് കാമിൻ താഴേക്ക് ഇറങ്ങി വന്ന് അങ്ങനെ എന്തോ നോക്കുവാണ്. പെട്ടെന്നാണ് ജെയ്ഡ് അവന്റെ മണ്ടയിലേക്ക് വന്ന് കയറുന്നത്. ഡ്രിങ്ക്സ് അടിച്ചത് കൂടി കണക്ക് കാമിന്റെ മേത്തേക്ക് വന്ന് വീഴുന്നത്. എന്നിട്ടൊരു ചിരി വേറെ. കൈപിടിച്ച് മാറ്റിയിട്ട് നീ ഓക്കെ ആണോ? തീർച്ചയായിട്ടും നിങ്ങളുടെ മേലേക്ക് വീണെങ്കിലും ഞാൻ സ്റ്റഡി ആയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ഡ്രങ്ക് ആയിട്ടില്ല എന്ന് പറഞ്ഞ് ആടിയാണ് നടക്കുന്നത്. പ്ലീസ് ഓഫീസർ, നിങ്ങൾ എൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ആരുടെ അടുത്തും പറയരുത്, എനിക്കത് എംപാരസ്മെൻ്റ് ആണ്. എന്നെപ്പോലെ ഒരിക്കലും ഒരാളെ ബോസ് ആയിട്ട് അംഗീകരിക്കത്തില്ല. എൻ്റെ ഹാർട്ടിൻ്റെ ഓണറാണെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ അംഗീകരിക്കൂ എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഹാർട്ടിൻ്റെ ഓണറായിട്ട് കണ്ടു എന്നാണോ? അങ്ങനെ വീഴാൻ പോകുന്നുണ്ട്. കാമനാണ് പിടിക്കുന്നത്. ഇന്ന് ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാന്ന് പറയുമ്പം അങ്ങനെയൊന്ന് നോക്കിയിട്ട് വല്ലാത്തൊരു ചിരിയും ചിരിച്ച്. അപ്പൊ നീ എന്നെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോന്ന് നോട്ടിയായിട്ട് ചോദിക്കുമ്പം എന്നാ പിന്നെ ഇവിടെ കിടന്നു എന്നും പറഞ്ഞ് പോകുന്ന വേണ്ടിയിട്ട് എന്തോ ഇത് ഡ്രങ്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഇങ്ങനെ വിട്ടിട്ട് പോവാണോ എന്ന് സ്റ്റഡി ആയിട്ട് ഒരു കുഴപ്പമില്ലാതെ ചിക്കൻ ശരിക്കും ഡ്രങ്ക് അല്ല, ചുമ്മാ അഭിനയിക്കുകയാണ്. പോയ കാമൻ തിരിച്ചു വന്നിട്ട് നീ വരുന്നുണ്ടോ ഇല്ലേ? കാമൻ തിരിച്ചു വരുന്ന കണ്ടതും പിന്നെയും ഡ്രങ്ക് ആയിട്ട് അഭിനയിച്ചോണ്ട് ശരി ഞാൻ വരുവാന്നും പറഞ്ഞ അടുത്തേക്ക് ഇരുന്നുണ്ട്. കാമനാണെങ്കിൽ ജെയ്ഡിന് കാറിൽ കയറാൻ വേണ്ടി ഡോറൊക്കെ ഇങ്ങനെ തുറന്നു പിടിച്ച് നിൽക്കാണ്. ഓ, നീ എനിക്ക് വേണ്ടി ഡോറൊക്കെ തുറന്നു വെച്ചോ? മര്യാദയ്ക്ക് അകത്ത് കയറിയിരിക്കാൻ നോക്ക്. അങ്ങനെ അടുത്ത് വന്ന് ഭയങ്കര സ്വീറ്റ് ആയിട്ട് നിന്ന് താങ്ക് യു എന്ന് സൂപ്പർ ക്യൂട്ടായിട്ട് പറയുന്നുണ്ട്. കാമനാണെങ്കിൽ കണ്ണിൻ്റെ ഉള്ളിലല്ല, കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് നെഞ്ചിൻ്റെ ഉള്ളിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുക. അച്ചാതി നോട്ട്. ജെയ്ഡിൻ്റെ അടുത്ത് വന്ന് മര്യാദയ്ക്ക് കാലകത്ത് കയറ്റി ഇടുകയെന്ന് പറഞ്ഞ് കാലൊക്കെ തട്ടി അകത്തേക്ക് കയറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ അപ്പം നീ എന്നെക്കുറിച്ച് വറീഡാണോ എന്ന്. രണ്ടും കൂടെ കാണിക്കലൊക്കെ അങ്ങ് കാണാൻ കിടക്കുന്നേ ഉള്ളൂ. എനിവേ നിങ്ങൾ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സീരീസ് കണ്ടത്. താങ്ക് യു സോ മച്ച്.